ഒരു വെനിയർ ചെയ്യാൻ പോകുന്ന ക്ലയന്റ് നമ്മളോട് ചോദിക്കും എത്ര കാലം കിട്ടും ഡോക്ടറെ എന്ന്. അപ്പൊ നമ്മൾ പറയും ഒരു 10 to 15 ഇയേഴ്സ് വരെ ഒരു കുഴപ്പമില്ലാതെ പോവും. Unless and until you take care of it. അതെ. അപ്പൊ തിങ്സ് ടു അവോയ്ഡ് വെൻ യു ആർ ഇൻ ടു വെനിയേഴ്സ്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ ബൈറ്റിംഗ്, അതുപോലെ തന്നെ ബൈറ്റിംഗ് ഓൺ ഐസ്, ഇനി ഹാർഡ് ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഫുഡ്, ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ലൈക്ക് ബോൺസ്, അതേപോലെ തന്നെ ക്യാൻഡീസ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയ വിനേഴ്സിന്റെ ലാസ്റ്റിങ്ങും അതുപോലെ കൂടും. ഈ പോർസിലിൻ വെനിയേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെയിൻസ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ സറൗണ്ടിങ് ടീത്തിന് പിന്നെയും ഡിസ്കളറേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇഫ് യു ആർ കണ്ടിന്യൂസ് ആയിട്ട് കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ, അതുപോലെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്ന ആളാണെങ്കിൽ, സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആളാണെങ്കിൽ ബാക്കിയുള്ള പല്ലിന് ഡിസ്കളറേഷൻ വരാം. പോർസിലിൻ വെനിയേഴ്സ് ഒരുവിധം ഇത് എന്താ പറയുക സ്റ്റെയിൻ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് മെയിൻ്റെനൻസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. വെനിയർ വെക്കുന്ന ആൾ ഒരു 3 to 6 months ഡെന്റിസ്റ്റിനെ കണ്ട് ഒരു പ്രൊഫഷണൽ ക്ലീനിങ് എന്തായാലും ചെയ്തിരിക്കണം. നിങ്ങൾ നൈറ്റ് ഗ്രൈൻഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണോ? അതായത് പല്ല് കടിക്കുന്ന സ്വഭാവം നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല, കൂടെ കിടക്കുന്ന ആൾക്ക് എന്തായാലും ഇത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ വെനിയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നൈറ്റ് ഗാർഡ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രോപ്പർലി ഡൺ ഡെന്റൽ വെനിയേഴ്സ് ഒന്നും പെട്ടെന്നൊന്നും ഫെയിൽ ആകത്തില്ല. ചില ഡെയിലി ഹാബിറ്റ്സ് കൊണ്ട് മാത്രമാണ് അത് ഫെയിൽ ആവുന്നത്. ഹൗ യു ബ്രഷ് യുവർ ടീത്ത്, ഹൗ യു ബൈറ്റ് യുവർ ടീത്ത്, ഹൗ യു ടേക്ക് കെയർ ഓഫ് ദം, ഇതൊക്കെ ഡിസൈഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ സ്മൈൽ എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുള്ളത്.